ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. ഇന്നിങ്ങനെ ഇരുന്നപ്പോൾ കടൽ കാണാൻ ഒരു മോഹം നേരെ വെച്ച് പിടിച്ച് ആലപ്പുഴയിലോട്ട് പോയി. അങ്ങനെ ആലപ്പുഴയിൽ ഇങ്ങനെ ബീച്ചൊക്കെ കണ്ടുകൊണ്ടിരുന്നപ്പോഴാണ് ഒരു നഗ്നസത്യം മനസ്സിലാക്കിയത്. സത്യം പറഞ്ഞാൽ നമ്മുടെ ജീവിതവും ഈ കടലിന് സമാനമല്ലേ. കടലിൽ പലതരത്തിലുള്ള തിരമാലകൾ ആഞ്ഞടിച്ച് തീരത്തോട്ട് വരുന്നുണ്ട്. അതുപോലെ തന്നെയാണ് നമ്മുടെ ജീവിതത്തിലും കടലിൽ ഉണ്ടാകുന്ന സുനാമികൾ പോലത്തെ പലതരത്തിലുള്ള പ്രതിസന്ധികളും പ്രശ്നങ്ങളും വന്ന് ആഞ്ഞടിച്ചപ്പോഴും നമ്മൾ എത്രയോ തവണ തകരാതെ നമ്മൾ മുന്നോട്ട് ധൈര്യത്തോടെ പോയിട്ടുണ്ട്. അത് ജീവിതത്തിൽ നമ്മളെല്ലായ്പ്പോഴും കൂടെ കൊണ്ടു നടക്കണം. നമ്മൾ ചെറിയൊരു പ്രശ്നം വരുമ്പോഴേ ജീവിതത്തോട് ഗുഡ് ബൈ പറഞ്ഞ് നമ്മൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ കഴിഞ്ഞ ദിവസം കണ്ടതാണ്. ചെറിയൊരു പ്രശ്നം ജീവിതത്തിൽ വരുമ്പോഴേ ആത്മഹത്യയിലേക്ക് മുന്നോട്ട് പോകുന്ന ഒരു പ്രവണത. പക്ഷേ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ഒരു സൊല്യൂഷൻ നമുക്ക് കാണില്ലേ. എന്തെല്ലാം പ്രശ്നം വന്നാലും നമുക്ക് അതിനെ തരണം ചെയ്യാനുള്ളൊരു മാർഗം നമ്മൾ കണ്ടെത്തണം. അതാണ് ഏറ്റവും വലിയൊരു കഴിവെന്ന് പറയുന്നത്. നമ്മളൊരു സാമ്പത്തിക പ്രശ്നം കൊണ്ടോ അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിലെ ഒരു പ്രശ്നം കൊണ്ട് നമ്മൾ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറി മരണത്തിലേക്ക് പോകുക എന്ന് പറയുന്നത് സത്യത്തിൽ അത് നമുക്ക് മാത്രമേ നഷ്ടമുണ്ടാകത്തുള്ളൂ. ചുറ്റുപാടുള്ള കുടുംബക്കാർക്ക് പോലും അതൊരു നഷ്ടമായിട്ട് തോന്നത്തില്ല. ആദ്യമൊക്കെ ഒരു വിഷമം ഉണ്ടെങ്കിൽ പിന്നീട് അവർ തന്നെ അത് മറക്കും, അവർ ജീവിതത്തിലേക്ക് മുന്നോട്ട് പോകും. അതുകൊണ്ട് ഒരിക്കലും നമ്മൾ മണ്ടത്തരം കാണിക്കരുത്. എന്തെല്ലാം പ്രശ്നം തല പോകുന്ന കേസ് വന്നെന്ന് പറഞ്ഞാലും നമ്മൾ മരിക്കരുത്. ദൈവം നമ്മുടെ ജീവൻ എടുക്കുന്നിടത്തോളം കാലം നമ്മൾ നന്നായിട്ട് ജീവിക്കണം. ദൈവം തന്ന ജീവനാണ്, അത് നമ്മൾ 100% നമ്മൾ അത് ആസ്വദിക്കുകയും ചെയ്യണം. പാട്ടുകാരൻ ഇപ്രകാരം പറയുന്നു: ഒരു മഴയും തോരാതിരുന്നിട്ടില്ല, ഒരു കാറ്റും മടങ്ങാതിരുന്നിട്ടില്ല, ഒരു രാവും പുലരാതിരുന്നിട്ടില്ല. അതുപോലെ തന്നെയാണ് ജീവിതത്തിൽ പല പ്രതിസന്ധികൾ കാണും. വെയിലുണ്ടെങ്കിൽ മഴയുണ്ട്, കാറ്റുണ്ടെങ്കിൽ അത് ശമനമുണ്ട്. അങ്ങനെ ഒരിക്കലും ഒന്നിനും ഒരു പരിഹാരമില്ലാത്ത ഒന്നുമില്ലെന്ന് നമ്മുടെ ജീവിതത്തിൽ ആദ്യം മനസ്സിലാക്കണം. നമ്മളെല്ലായ്പ്പോഴും ജീവിതത്തോട് ഈ പരാതികൾ മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുന്നു. പക്ഷേ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എന്തെല്ലാം ബ്ലെസ്സിങ് അനുഗ്രഹങ്ങൾ കിട്ടിയിട്ടുണ്ടെന്ന് നമ്മൾ ചിന്തിച്ച് നോക്കണം. നമുക്ക് ആരോഗ്യത്തോടെ ഇരിക്കുന്നത്, നല്ല ഭക്ഷണം കഴിക്കുന്നത്, കുടുംബത്തോടൊപ്പം നമ്മൾ സമയം ചിലവഴിക്കുന്നത്, ഇതെല്ലാം അനുഗ്രഹങ്ങളാണ്. ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കണം. കടലിലെ തിരമാല എല്ലായ്പ്പോഴും ഒരുപോലെയല്ല. ചിലപ്പോൾ ശാന്തമായിരിക്കും, അത് ചിലപ്പോൾ ഗർജിച്ച് അലറി തിരമാല വരും, ചിലപ്പോൾ സുനാമി വരും. അതുപോലെ തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ എല്ലായ്പ്പോഴും നമ്മുടെ ജീവിതം സുഗമമായിട്ട് പോകണമെന്നില്ല. ചിലപ്പം ജീവിതം എന്ന് പറയുന്നത് സുഖദുഃഖ സമ്മിശ്രമാണ്. അത് ചിലപ്പോൾ പ്രതിസന്ധി വരാം, ചിലപ്പോൾ നമുക്ക് സന്തോഷം വരാം. പക്ഷേ രണ്ടും വരുമ്പോഴും നമ്മൾ അതിനെ ജീവിതത്തിനെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകുക എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കഴിവെന്ന് പറയുന്നത്. അതുകൊണ്ട് നമ്മൾ വളരെ സ്ട്രോങ് ആയിരിക്കുക, പോസിറ്റീവ് ആയിരിക്കുക. നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് ക്ഷണികമാണ്. ലൈഫ് ഈസ് എ ഷോർട്ട് എപ്പിസോഡാണ്. അതുകൊണ്ട് ആ ഒരു ചെറിയ ജീവിതത്തിൽ ദൈവം തരുന്ന ആയുസ്സിൽ നമ്മൾ അത് സന്തോഷത്തോടെ മറ്റുള്ളവരെ കരുതുകയും സ്നേഹിക്കുകയും വാശിയും വൈരാഗ്യവും പിണക്കവും ഒന്നും വെക്കാതെ നല്ലോണം സ്നേഹിക്കുക. അതൊക്കെ ഉള്ളൂ നമ്മൾ ഈ ലോകത്ത് നിന്ന് കൊണ്ടുപോകാനുള്ളത്. നമ്മൾ പലരോടും മിണ്ടാതെ ഇരിക്കുന്നു, ദേഷ്യപ്പെട്ടിരിക്കുന്നു. നിങ്ങൾ ഈ വീഡിയോ കാണുന്നവർ അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ഇന്നത് പിണക്കം മാറ്റി നിങ്ങൾ മിണ്ടണം. നാളെ നമ്മൾ ഈ ലോകത്തുണ്ടോ എന്ന് പോലും നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു കാലഘട്ടമാണ്. നമ്മുടെ ഭക്ഷണ രീതി അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് നമ്മൾ നാളെ ഒരു ദിവസം മരിക്കും. നമ്മുടെ ഈ ഒരു 10-70 വയസ്സ് അത്രയും പോലും ജീവിക്കത്തില്ല. ആ ചെറിയ ജീവിതത്തിനുള്ളിൽ നമ്മൾ വളരെ സന്തോഷത്തോടെ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് മറ്റുള്ളവരുടെ മുഖത്തൊരു പുഞ്ചിരി തൂകാൻ നമ്മളെ കൊണ്ട് കഴിഞ്ഞാൽ അതാണ് ഏറ്റവും വലിയൊരു ബ്ലെസ്സിങ് എന്ന് പറയുന്നത്. അതുകൊണ്ട് നമ്മൾ മറ്റുള്ള ജീവിതത്തിൽ ഒരു കരടായി മാറുന്നത്, നമ്മളെ കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ അവർക്ക് ഉപകാരം ചെയ്യുന്ന രീതി മാറുമ്പോൾ ജീവിതം ധന്യമാവും. താങ്ക് യു.